അപ്പോൾ ശരി, നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. നിങ്ങളുടെ ബിസിനസ് എത്രത്തോളം കാര്യക്ഷമമാണെന്ന് കൃത്യമായി അളക്കാൻ നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് വിഷമിച്ചിട്ടുണ്ടോ? ഈ ഒരു വിശകലനത്തിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്, അതായത് KPI-കളെ കുറിച്ചാണ്. ഇതൊരു ഡയഗ്നോസ്റ്റിക് ടൂൾ കിറ്റ് പോലെയാണ്, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അടിമുടി മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഒന്ന്. തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഈയൊരു ചോദ്യം സ്വയം ചോദിക്കാം. നിങ്ങളുടെ ടീം എപ്പോഴും ഭയങ്കര തിരക്കിലാണോ? അതായത് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്, പക്ഷെ ശരിക്കും എന്തെങ്കിലും നേട്ടമുണ്ടാകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുറപ്പുമില്ല, അല്ലേ? ഓർക്കുക, തിരക്ക് എന്ന് പറയുന്നത് എപ്പോഴും പുരോഗതി ആകണമെന്നില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് മാനേജർമാരും ടീമുകളും നേരിടുന്ന ഒരു കോമൺ പ്രശ്നമാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരം എന്താണ്? അവിടെയാണ് ശരിയായ ടൂൾസിന്റെ പ്രാധാന്യം വരുന്നത്. വെറുതെ എന്തെങ്കിലും ചെയ്യുന്നതും ശരിക്കും നേട്ടമുണ്ടാക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം കൃത്യമായി മനസ്സിലാക്കി തരുന്ന ഒന്നാണ് ഈ KPI-കൾ. അപ്പോൾ നമുക്ക് ആദ്യത്തെ സെക്ഷനിലേക്ക് കടക്കാം. കാര്യക്ഷമതയുടെ കടങ്കഥ. എന്തുകൊണ്ടാണ് വെറുതെ ഹാർഡ് വർക്ക് ചെയ്യുന്നത് മാത്രം ഒരു ബിസിനസിന്റെ വിജയത്തിന് പോരാത്ത വരുന്നത്? നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് ഈ KPI എന്ന് പറഞ്ഞാൽ? വളരെ സിമ്പിളായി പറയാം. നിങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ നിങ്ങൾ എത്രത്തോളം നേടുന്നുണ്ടെന്ന് കാണിക്കുന്ന, അളക്കാൻ പറ്റുന്ന ഒരു വാല്യൂ. ഒരു ക്രിക്കറ്റ് മാച്ചിലെ സ്കോർ ബോർഡ് പോലെ തന്നെ, അല്ലേ? പക്ഷേ നമ്മൾ എന്തിനാണ് ഇതൊക്കെ അളക്കുന്നത്? 3 പ്രധാന കാരണങ്ങളുണ്ട്. 1, പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ. 2, ആവശ്യമില്ലാത്ത ചെലവുകൾ വെട്ടിക്കുറയ്ക്കാൻ. പിന്നെ മൂന്നാമതായി നമ്മുടെ വർക്ക് ഫ്ലോ, അതായത് നമ്മൾ ജോലി ചെയ്യുന്ന രീതി കുറച്ചുകൂടി ഒപ്റ്റിമൈസ് ചെയ്യാൻ. അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് വെച്ചാൽ, ഓരോ KPI-ക്കും വ്യക്തമായ ഒരു ലക്ഷ്യം വേണം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. ഇവിടെയാണ് നമ്മൾ നമ്മുടെ ഡയഗ്നോസ്റ്റിക് ടൂൾ കിറ്റ് ശരിക്കും തുറന്നു നോക്കാൻ പോകുന്നത്. നിങ്ങളുടെ ബിസിനസിന്റെ ഹെൽത്ത് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ചില പ്രധാനപ്പെട്ട മെട്രിക്കുകളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങളുടെ ബിസിനസ് ഒരു കാറിന്റെ എൻജിൻ പോലെയാണെന്ന്. അത് നല്ല സ്മൂത്തായിട്ടാണോ ഓടുന്നത്? ആവശ്യത്തിന് പവറൊക്കെ ഉണ്ടോ? അപ്പോൾ ഈ സെക്ഷനിൽ നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ഈ ഓപ്പറേഷണൽ എൻജിൻ ഒന്ന് ചെക്ക് ചെയ്യാൻ സഹായിക്കുന്ന KPI-കളെ കുറിച്ചാണ്. അപ്പോ നമ്മുടെ ഈ ഓപ്പറേഷണൽ എൻജിൻ പരിശോധിക്കാൻ സഹായിക്കുന്ന 3 പ്രധാനപ്പെട്ട KPI-കൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇത് മനസ്സിലാക്കാൻ നമുക്കൊരു ചെറിയ ബേക്കറിയുടെ ഉദാഹരണം എടുക്കാം. ഒന്നാമത്തേത് ത്രൂപുട്ട്, അതായത് ആ ബേക്കറി 1 മണിക്കൂറിൽ എത്ര കപ്പ് കേക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ പ്രൊഡക്ഷൻ സ്പീഡാണ് കാണിക്കുന്നത്. രണ്ടാമത്തേത് പ്രോസസ് സൈക്കിൾ ടൈം. ഒരു കേക്കിന് ഓർഡർ കിട്ടുന്നതു മുതൽ അത് കസ്റ്റമറുടെ കയ്യിൽ എത്തുന്നതുവരെ എത്ര സമയം എടുക്കുന്നു. ഇതിലൂടെ എവിടെയാണ് താമസം വരുന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഇനി മൂന്നാമത്തേത് ടാസ്ക് കംപ്ലീഷൻ റേറ്റ്. ഇന്ന് തീർക്കാൻ പ്ലാൻ ചെയ്ത 20 ഓർഡറുകളിൽ എത്രയെണ്ണം കൃത്യസമയത്ത് കൊടുത്തു തീർത്തു. ഇത് നിങ്ങളുടെ ടീമിന്റെ പഞ്ച്വാലിറ്റിയും പ്രോജക്ട് മാനേജ്മെന്റ് എത്രത്തോളം എഫക്റ്റീവാണെന്നും അളക്കാൻ സഹായിക്കും. ഈ ബാർ ചാർട്ടിലേക്കൊന്ന് നോക്കൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കാണിച്ചു തരുന്നുണ്ട്. ടാസ്ക് കംപ്ലീഷൻ റേറ്റ് എന്ന ഒരൊറ്റ KPI മാത്രം ശ്രദ്ധിച്ച് മെച്ചപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ എന്തുണ്ടായെന്ന് കണ്ടു? 75% നിന്ന് നേരെ 92%ലേക്ക് ഒരു കുതിച്ചുചാട്ടം. ഇത് വെറുമൊരു നമ്പറല്ല, ഇതാണ് യഥാർത്ഥ പുരോഗതി. അപ്പോ കൃത്യമായി കാര്യങ്ങൾ അളന്നാൽ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. ശരി, നമ്മുടെ ഓപ്പറേഷൻസൊക്കെ അടിപൊളിയായി നടക്കുന്നു. പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, അത് സാമ്പത്തികമായിട്ടും പ്രതിഫലിക്കണം, അല്ലേ? അപ്പോൾ അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഫിനാൻഷ്യൽ ഹെൽത്തിനെക്കുറിച്ചാണ്. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ശരിക്കും ലാഭത്തിലാണോ എന്നെങ്ങനെ അറിയാൻ പറ്റും? പലപ്പോഴും ആളുകൾക്ക് കൺഫ്യൂഷൻ വരുന്ന 2 സാമ്പത്തിക സൂചകങ്ങളുണ്ട്. നമുക്കതൊന്ന് നോക്കാം. ആദ്യത്തേത് ഓപ്പറേറ്റിംഗ് മാർജിൻ. ഇത് നിങ്ങളുടെ പ്രധാന ബിസിനസ്സിൽ നിന്ന് എത്ര ലാഭം കിട്ടുന്നു എന്നളക്കുന്നു. നമ്മുടെ ബേക്കറിയുടെ കാര്യത്തിൽ വിൽക്കുന്ന ഓരോ കേക്കിൽ നിന്നും എത്ര ശതമാനമാണ് ലാഭം എന്ന്. എന്നാൽ റിട്ടേൺ ഓൺ അസറ്റ്സ് അഥവാ ROA അങ്ങനെയല്ല. നിങ്ങളുടെ കയ്യിലുള്ള ആസ്തികൾ, അതായത് ബേക്കിംഗ് ഓവൻ പോലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ എത്ര കാര്യക്ഷമമായിട്ടാണ് ലാഭമുണ്ടാക്കുന്നത് എന്ന് പറയുന്നു. ചുരുക്കി പറഞ്ഞാൽ, ഒന്ന് ലാഭത്തെക്കുറിച്ചും മറ്റേത് ആ ലാഭമുണ്ടാക്കാനുള്ള കഴിവിനെക്കുറിച്ചും പറയുന്നു. ഇനി ഈ സംഖ്യയിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചേ. 950 രൂപ. ഇതാണ് ഒരു യൂണിറ്റിന് വരുന്ന ചെലവ്, അഥവാ കോസ്റ്റ് പെർ യൂണിറ്റ്. നിങ്ങളുടെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ കൃത്യമായി എത്ര രൂപ ചെലവാകുന്നു എന്നറിയുന്നത് ശരിക്കും പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മുടെ ഉദാഹരണത്തിലെ ഒരു കേക്ക് ഉണ്ടാക്കാൻ 950 രൂപ ചെലവുണ്ട് എന്ന് നമുക്കറിയാമെങ്കിൽ മാത്രമേ ലാഭം കിട്ടാൻ അതിന് എത്ര രൂപ വിലയിടണമെന്ന് തീരുമാനിക്കാൻ പറ്റൂ, അല്ലേ? ഇതറിയാതെ ബിസിനസ് ചെയ്യുന്നത് കണ്ണും പൂട്ടി വണ്ടി ഓടിക്കുന്ന പോലെയാണ്. അപ്പോ നമ്മുടെ കയ്യിലിപ്പോ കുറേ ഡാറ്റയുണ്ട്,
പക്ഷേ ഈ നമ്പറുകൾ വെറുതെ ശേഖരിച്ചു വെച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. അടുത്ത സെക്ഷനിൽ നമ്മൾ കാണാൻ പോകുന്നത് ഈ ഡാറ്റയെ എങ്ങനെ പ്രവർത്തനമാക്കി മാറ്റാമെന്നാണ്. കാരണം ഓർക്കുക, അളക്കുന്നത് വെറുമൊരു തുടക്കം മാത്രമാണ്. ഇതിനൊരു സിമ്പിൾ 4 സ്റ്റെപ്പ് സൈക്കിൾ ഉണ്ട്. ഒന്നാമതായി, നിങ്ങളുടെ KPIകൾ സ്ഥിരമായിട്ട് മോണിറ്റർ ചെയ്യുക. രണ്ടാമത്, എവിടെയാണ് പെർഫോമൻസ് കുറയുന്നതെന്ന് കൃത്യമായി കണ്ടുപിടിക്കുക. നമ്മുടെ ബേക്കറിയുടെ കാര്യം തന്നെ എടുക്കാം. കേക്ക് ഡെലിവറി ചെയ്യാൻ സമയം കൂടുന്നുണ്ടെങ്കിൽ അത് ബേക്കിങ്ങിലെ പ്രശ്നമാണോ അതോ ഡെലിവറിയിലെ പ്രശ്നമാണോ എന്ന് കണ്ടെത്തണം. മൂന്നാമത്തെ സ്റ്റെപ്പ്, അത് പരിഹരിക്കാൻ ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കുക. ഒരുപക്ഷെ പുതിയൊരു ഡെലിവറി റൂട്ട് ട്രൈ ചെയ്യുന്നതൊരു പരിഹാരമായിരിക്കും. ഇനി നാലാമതായി, ആ മാറ്റം വല്ല ഗുണവും ചെയ്തോ എന്നറിയാൻ വീണ്ടും അളന്നു നോക്കുക. ഇതങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. പറഞ്ഞു വരുന്നത് ഇത്രയുള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. KPIകൾ എന്നു പറയുന്നത് മാനേജർക്ക് കൊടുക്കാനുള്ള റിപ്പോർട്ടിലെ കുറച്ച് നമ്പറുകൾ മാത്രമല്ല. അത് യഥാർത്ഥത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനും അളക്കാൻ പറ്റുന്ന പുരോഗതി ഉണ്ടാക്കാനും വേണ്ടിയുള്ള ടൂൾസാണ്. അപ്പം നമ്മൾ ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് എത്തുവാണ്. ഇതുവരെ നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ നിങ്ങളുടെ സ്വന്തം ബിസിനസ്സിൽ എങ്ങനെ ഉപയോഗിക്കാമെന്ന് ചിന്തിക്കാനുള്ള ഒരു സമയമാണിത്. ഈ ഒരൊറ്റ ചോദ്യത്തിൽ നമ്മൾ ഇതുവരെ പറഞ്ഞതിന്റെ എല്ലാം സത്യമുണ്ട്. ഏത് കാര്യക്ഷമതാ KPIകളാണ് പ്രവർത്തന പ്രകടനത്തെ ഏറ്റവും നന്നായി പ്രതിഫലിപ്പിക്കുന്നതും അളക്കാവുന്ന പുരോഗതിക്കുള്ള അവസരങ്ങൾ എടുത്തു കാണിക്കുന്നതും? അതായത്, നിങ്ങളുടെ ബിസിനസ്സിന്റെ യഥാർത്ഥ ചിത്രം തരുകയും എവിടെയാണ് ഇനിയും മെച്ചപ്പെടാനുള്ള ചാൻസ് എന്ന് കാണിച്ചു തരികയും ചെയ്യുന്ന KPI ഏതാണ്? ഇതാണ് നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഇതൊന്നാലോചിച്ചു നോക്കൂ. നാളെ മുതൽ നിങ്ങളുടെ ടീമിന് കൂടുതൽ ക്ലാരിറ്റി കൊടുക്കാൻ സഹായിക്കുന്ന ആ ഒരൊറ്റ മെട്രിക് ഏതായിരിക്കും? ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ ശ്രമിക്കണ്ട. ആ ഒരൊറ്റ കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് തുടങ്ങുക.